ഹലോ, എല്ലാവർക്കും ഓളിമണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ പച്ച ചെറുപയറുണ്ടല്ലോ, അത് നമ്മൾ ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് കുതിരാനായിട്ട് വെക്കാം. രാവിലെ എഴുന്നേറ്റിട്ട് അത് അരച്ചെടുത്തിട്ടാണ് നമ്മൾ ദോശ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് നമ്മൾ 2 കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ മല്ലിയില ഞാൻ സാധാരണ ഇല മാത്രം പിച്ചെടുക്കൽ, അതിൻ്റെ തണ്ടൊക്കെ ഞാൻ നുള്ളിക്കളയും. തണ്ട് എടുക്കാറില്ല ഒന്നിരിക്കും കേട്ടോ. അപ്പോൾ ഇല മാത്രമാണ് എടുക്കൽ. അപ്പോൾ തണ്ട് ഇതുപോലെ ഞാനത് കളയല പതിവ്. അതിൻ്റെ തണ്ട് ഇങ്ങനെ വേസ്റ്റ് വരുന്നത് കളയും. ഇല മാത്രം അതിൽ നിന്ന് പിച്ചെടുക്കും. ചിലപ്പോൾ ഞാൻ നേരം കിട്ടുമ്പോഴൊക്കെ ഇല മാത്രം ഇതുപോലെ പിച്ചെടുത്ത് നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കും കേട്ടോ. ഇതിപ്പോൾ ഫ്രഷായിട്ട് ഉണ്ടായിരുന്നു, അത് കാരണം ഞാൻ അങ്ങനെ എടുത്തു. പിന്നെ അതിലേക്ക് വേണ്ടത് കുറച്ച് ജീരകം. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ജീരകം കേട്ടോ, പെരുംജീരകമല്ല, നല്ല കുഞ്ഞുമണി ജീരകമില്ലേ, അതെടുക്കാം. പിന്നെ 2 വെളുത്തുള്ളി, അത് 2 വെളുത്തുള്ളി ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ വെളുത്തുള്ളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 എണ്ണം മതി ഇതുപോലത്തെ. പിന്നെ ചെറുതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3-4 അല്ലി എടുക്കുക കേട്ടോ. പിന്നെ ഒരു മുട്ട, ചിലർ 2 മുട്ട ചേർക്കും. മുട്ടയുടെ ഒരു ടേസ്റ്റ് കൂടുതലായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ 2 മുട്ടയൊക്കെ ചേർക്കാം. പിന്നെ നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് കേട്ടോ. പിന്നെ പച്ചമുളക്, അത് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. അപ്പോൾ ഞാനിവിടെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് ഒരുമിച്ചെടുത്ത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 മുട്ട പൊട്ടിച്ചൊഴിക്കുക. അപ്പോൾ ഞാനിവിടെ 1 മുട്ട ഒഴിച്ചത്. ഇനിയിപ്പോൾ 2 മുട്ട വേണമെന്നുണ്ടെങ്കിൽ, മുട്ടയുടെ ടേസ്റ്റ് മുന്നിൽ നിന്നാലും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 2 മുട്ട എടുക്കാം കേട്ടോ, അതിനൊന്നും പ്രശ്നമില്ല. അപ്പോൾ ഞാനിതിലേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിച്ചു. ഇനി നല്ലപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് ഇളക്കുന്ന നേരത്തിൽ ലച്ചുമോളുണ്ടായിരുന്നു എടുത്തിട്ടാ. അപ്പോൾ മൂപ്പർക്ക് ഭയങ്കര വാശിയായിരുന്നു. ഞാൻ ഇളക്കാമെന്നും പറഞ്ഞിട്ട് കുറച്ച് നേരം അതിൻ്റെ ആ ഉണ്ണീമ പിടിച്ച് കളിച്ചൊക്കെ ചെയ്തിട്ടാ. പൊട്ടണില്ലല്ലോ, ഇളക്കുമ്പോൾ പൊട്ടണില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മൂപ്പരായിരുന്നു ഇളക്കിയൊക്കെ തന്നത്. ഇതേ പാത്രം കറങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ സമയത്ത് വേണം ഇത് നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ഉപ്പൊക്കെ നോക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഞാൻ ഉപ്പിട്ട് കൊടുത്തു. എന്നിട്ട് നല്ലപോലെ ഇളക്കി. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉപ്പൊന്നും കൂടുതലായിട്ട് ഇടില്ല. കാരണം ഞാൻ ഉപ്പൊക്കെ എപ്പോഴും കുറച്ച് ഇട്ട് നോക്കുള്ളൂ. കാരണം കൂടിപ്പോയാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ. കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും കുഴപ്പമില്ല, നമുക്ക് തിരിച്ചിട്ട് കൊടുത്താൽ പോരെ. കൂടിപ്പോയാൽ ഇതിനകത്ത് വെള്ളം കൂട്ടാനും പറ്റില്ല, ഒന്നിനും പറ്റില്ല. അപ്പോൾ അത് കാരണം ഞാൻ ഉപ്പൊക്കെ ഞാൻ എപ്പോഴും കുറച്ചിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ വീണ്ടും ഉപ്പിൻ്റെ പോരായ്ക വന്നപ്പോൾ ഞാൻ വീണ്ടും ഇട്ട് കൊടുത്തു കുറച്ച്. എന്നിട്ട് പിന്നെ ഇളക്കി നോക്കിയപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ ഉപ്പ്. അങ്ങനെ നല്ലപോലെ ഇളക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം നമ്മളത് അരച്ചെടുക്കാനായിട്ട്. പിന്നെ അരയ്ക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക, വെള്ളം കൂടി പോവരുത് കേട്ടോ. നമ്മൾ മറ്റേ പച്ചരിക്ക് അരയ്ക്കണ പോലെ അത്രയും വെള്ളമൊഴിച്ച് അരച്ച് പോവരുത് കേട്ടോ. പിന്നെ എന്നിട്ട് ദോശക്കല്ല് നല്ലപോലെ ചൂടായി വരട്ടെ. നല്ലപോലെ ചൂടായി വരുമ്പോൾ ഇത് കുറച്ചൊഴിച്ച് പരത്തി കൊടുക്കുക. നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ പരത്തി കൊടുക്കാം. എണ്ണ വേണ്ടവർക്ക് എണ്ണ അതിന് മുകളിൽ ഒഴിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ നെയ്യാണെങ്കിൽ നെയ്യ്, ഞാനപ്പോൾ ഇവിടെ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മോൾക്കും നമ്മുടെ ഹസ്ബൻഡിനൊക്കെ നെയ്യാണ് ഇഷ്ടം. അപ്പോൾ അത് കാരണം ഞാൻ നെയ്യ് അതിൻ്റെ മുകളിൽ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ മുരിഞ്ഞ് വരണം. ചിലർക്ക് നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും ഇഷ്ടം, ചിലർക്ക് നല്ല മുരിഞ്ഞിട്ടായിരിക്കും ഇഷ്ടം. അപ്പോൾ ഇവിടെ എനിക്ക് കുറച്ച് സോഫ്റ്റ് ഇഷ്ടം. ഇവിടെ ബാക്കിയുള്ളവർക്കൊക്കെ 2 ആൾക്കും കുറച്ചൊന്നും മുരിഞ്ഞിങ്ങനെ വടി പോലെ നിൽക്കണം, അങ്ങനത്തെ ഇഷ്ടം കേട്ടോ. അപ്പോൾ കുറച്ചൊന്ന് മുരിക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെൻ്റെ പുതിയ ദോശക്കല്ലാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ് ദോശ ഉണ്ടാക്കുമ്പോൾ. ആകെ 1-2 തവണ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. പിടിച്ചു പോവോ എന്നുള്ള ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ ഭാഗ്യത്തിന് പിടിക്കാണ്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ എനിക്ക്. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാ ദോശയും ചുട്ടെടുത്തുട്ടോ ഞങ്ങൾക്ക് 3 ആൾക്കും. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ദോശയ്ക്ക് ചമ്മന്തി വേണ്ടേ, അപ്പോൾ വളരെ എളുപ്പത്തിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തി ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ചെയ്തൊരു പണിയായിരുന്നു. അപ്പോൾ നാളികേരം തക്കാളിക്ക് വെച്ചിട്ടുള്ള ചമ്മന്തിയാണ്. കുറേ പേർക്കൊക്കെ അറിയായിരിക്കും. അപ്പോൾ നാളികേരം നമ്മൾ ചെരുകിയെടുക്കുക, നമ്മുടെ ആവശ്യത്തിന് ചെരുകിയെടുക്കുക. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് മതി. അപ്പോൾ ഞാൻ കുറച്ച് നാളികേരം എടുത്തു, അതിൽ പകുതി തക്കാളി എടുത്തത് കേട്ടോ. ഇനി കൂടുതൽ നല്ലപോലെ പുളി വേണമെന്നുണ്ടെങ്കിൽ ഒരു തക്കാളി എടുക്കാം, പ്രശ്നമൊന്നുമില്ല. ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ വറ്റൽമുളകും എടുക്കാം. ഇവിടെ ഞാൻ ഒരു വറ്റൽമുളക് എടുത്തിട്ടുള്ളൂ, കാരണം ഇവിടെ എരിവൊന്നും അധികം ആർക്കും ഇഷ്ടമില്ല. അപ്പോൾ ഒരു വറ്റൽമുളക് എടുത്തു. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് വറ്റൽമുളക് കൂട്ടാം. പിന്നെ സബോള, ഇതെല്ലാം കൂടെ അരിഞ്ഞ് കുറച്ച് വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കാം. ഒരു പകുതി ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് കടക്കുമ്പോൾ അതിലേക്ക് നമ്മൾ ചെരുക്കി വെച്ചിട്ടുള്ള നാളികേരം ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. അതിട്ട് കൊടുത്തൊരു 2-3 മിനിറ്റ് ഇളക്കിയാൽ മതിയാവും. അപ്പോൾ ഇത് കണ്ടോ, 2-3 മിനിറ്റ് ഈ ഒരു ഷെയ്ഡ് വരുമല്ലോ,
അത്യാവശ്യം ഒന്ന് വാടി വരുമ്പോഴാണ് നാളികേരം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് ഒരു 2 നാളികേരം ഇട്ടതിന് ശേഷം പിന്നെ അത് നാളികേരം വറവാവാൻ പാടില്ല, അതിന് മുന്നേ എടുക്കണം. അപ്പോൾ ഒരു 3 മിനിറ്റ് നല്ലപോലെ ഇളക്കിയിട്ട് അത് എടുക്കുക. പിന്നെ നമ്മൾ നാളികേരമൊക്കെ ഇട്ട് കഴിയുമ്പോഴല്ലോ നല്ലോണം ഫ്ലെയിം കുറച്ച് വെക്കണം, കാരണം പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. അപ്പോൾ നല്ലപോലെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ 2-3 മിനിറ്റ് നല്ലപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് അത് നമ്മൾ ചൂടാറാനായിട്ട് എടുത്ത് വെക്കാം. ചൂടാറി കഴിയുമ്പോൾ നല്ല പേസ്റ്റായിട്ട് ഇത് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ചൂടാറിയതിന് ശേഷം നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് പിന്നെ പ്രത്യേകം നമ്മൾ കടുകും മുളകൊന്നും പൊട്ടിക്കരുത്, ഇത് അരച്ചെടുക്കുക, അത്ര മാത്രമേ വേണ്ടൂ. അത് നമ്മൾ താളിച്ച് കഴിയുമ്പോൾ ടേസ്റ്റ് വേറൊരു ടേസ്റ്റ് ആവും കേട്ടോ. അപ്പോൾ അങ്ങനെ, അപ്പോൾ നമ്മുടെ ദോശയും ചമ്മന്തിയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇവിടെ ബീഫിൻ്റെ കറി കുറച്ചിരിപ്പുണ്ടായിരുന്നു, അതും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ വെജിറ്റബിൾ കഴിക്കുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.